താമസം തോന്നുന്നു. വേഗം വാ. പറഞ്ഞപോലെ വേറെ ആരെയും കാണുന്നില്ലല്ലോ. കസേരയൊക്കെ ഒഴിഞ്ഞു കിടക്കുവാണല്ലോ. ഇനി നമുക്ക് മുമ്പ് എങ്ങാനും അവരകത്ത് പോയി കാണൂ? ഒരിക്കലുമില്ല. പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗവും പ്രായശ്ചിത്തവും വഴി നേടിയെടുത്തതാണ് ഈ സുദിനം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല ഈ അനുഗ്രഹീത സമയം. എന്നാലും ബാക്കി 5 പേരെ ഇവിടെ കാണാനുണ്ടല്ലോ. ഇനി അവരെങ്ങാനും വരാതിരിക്കുവോ? എനിക്കെന്തോ പേടി തോന്നുന്നു. ഒരിക്കലും പേടിക്കണ്ടെന്നേ. നമ്മൾ കൃത്യസമയത്ത് തന്നെയാ വന്നിരിക്കുന്നത്. ധൈര്യമായിട്ടിരിക്കെ. എന്നാ പിന്നെ നമുക്ക് തിരി താഴ്ത്തി വെച്ച് പ്രിയനെ കാത്തിരുന്നാലോ? അല്ലെങ്കിൽ അവൻ വരുമ്പോഴേക്കും വിളക്കിൽ എണ്ണയെല്ലാം പറ്റി നമുക്ക് നിരാശരായി മടങ്ങേണ്ട വന്നാലോ? അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ ഉറക്കം വരാതിരിക്കാനായി പ്രിയൻ വരുന്നത് വരെ നമുക്ക് പാട്ടുപാടി സ്തുതിക്കാം. എത്ര നേരമായി അലറി വിളിക്കുന്നു. നിന്റെയൊക്കെ ചെവിയിൽ എന്തോ? അയ്യോ, ഞാൻ കേട്ടില്ലെന്നേ. അത് നീ എന്ത് താമസിച്ചത്? അതൊന്നും പറയാതിരിക്കുന്ന നല്ലത്. ഇതെന്ത് കൂട്ടായത്? ഇന്നിവിടെ ഗാനമേള ഉണ്ടോ? ഇതറിഞ്ഞ ഞാനൊരു കരോക്കെ ഒക്കെ ആയിട്ട് വന്നാനെ. അറിഞ്ഞില്ലല്ലോ. വലിയ ഭക്തനാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ വെള്ളയും വെള്ളയും വിട്ട് വന്നിരിക്കുന്നത്? നമ്മുടെ കൂടെ വരാന്ന് പറഞ്ഞ മറ്റൊരെണ്ണത്തിന് കണ്ടില്ലല്ലോ. പിന്നെന്താ നിന്റെ പുതിയ ജോലിക്കാര്യം? ആപ്പിളിൽ നിന്ന് മൈക്രോസോഫ്റ്റിൽ നിന്നും എന്നെ വിളിയോട് വിളിയാ. എനിക്ക് പക്ഷെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നില്ലെന്നേ. പിന്നെ വല്ല ആപ്പിൾ പറയാനായിരിക്കും. നീ എന്താണ് ഇത്ര താമസിച്ചത്? ഇറ്റ്സ് ബീൻ എ ലോങ് ഡേ. രാവിലെ എനിക്ക് സുംബ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, എനിക്കത് മിസ്സാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനൊപ്പം ഒരു ലഞ്ച്, അതും സിറ്റിയില്. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് മെട്രോക്കാർ വിളിക്കുന്നത്. അവർക്ക് എന്റെ ഒരു ഇന്റർവ്യൂ വേണമെന്ന്. എന്റെ ഡാൻസ് കണ്ടിട്ടേ അവർക്ക് ഡാൻസ് മാത്രമല്ല, കുറച്ച് സൗന്ദര്യമുള്ളവരെയും കൂടെ വേണമെന്ന്. എന്ത് ചെയ്യാനാ, ഈ സൗന്ദര്യമുള്ളവരുടെ ഓരോ ബുദ്ധിമുട്ടേ. അല്ല, നമ്മുടെ ഇൻഫ്ലുവൻസർ ഇതുവരെ വന്നില്ലേ? ഞാനിവിടെ ഉണ്ടേ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നിർത്തടി. നീ ഇത്ര നേരം എവിടെ ആയിരുന്നു? മലയാളമായിരുന്നു. ഓഹോ, എന്റെ അമ്മേ, സ്വന്തം ഭാഷയായതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞ് മടുത്തു. ഇതൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ്. നീ ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ എവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റിക്കോ. നീ ആദ്യം ഇത് പറ. 10 million ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ? റീൽസ്, സ്റ്റോറീസ്, ഷോർട്സ്, പാൻസ്, ജീൻസ്. പാൻസും ജീൻസോ? അല്ലല്ല, ഫാൻസ് അതൊക്കെ വിടും. പിന്നെ മണവാളം വേറായോ? ഫോർ മണവാളൻ എന്നൊരു ക്യാപ്ഷൻ കൂടി ഇട്ട പൊളിക്കും. മിനിമം ഒരു 1K ലൈക്കെങ്കിലും മേടിച്ചെടുക്കണം. ലൈക്കിന്റെ കാര്യം മനപ്പിലാ ഓർത്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോ ചാരിറ്റി ചെയ്തതിന്റെ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങളാരും ലൈക്ക് ചെയ്തില്ലല്ലോ. അതെന്താ? വീടും ഇല്ല, കറന്റ് പോലും ഇല്ലാത്ത കുടുംബത്തിന് ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ ഫോട്ടോക്കൊക്കെ ഞങ്ങൾ എന്തിനാ ലൈക്ക് അടിക്കുന്നേ? ഇതിനിടയ്ക്ക് അതും കണ്ടുപിടിച്ചോ? യജമാനൻ വരാറായും തോന്നുന്നു. നമുക്ക് എഴുന്നേറ്റ് സ്തുതിച്ചുകൊണ്ട് അവനെ വരവേൽക്കാം. എന്ത് വെപ്രാള പെണ്ണുങ്ങളെ ഇത്! പുള്ളിക്കാരൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. എന്നാ നമുക്കും വിളക്ക് കത്തിക്കാം. എണ്ണ എടുക്ക. അയ്യോ, ഞാൻ എണ്ണ എടുക്കാൻ മറന്നുപോയി. ഇവളോട് എടുക്കാൻ പറഞ്ഞിരുന്നല്ലേ, നീ എടുത്തില്ലേ? ഞാനും എടുത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് അവരോട് ചോദിക്കാനേ. ചോദിക്ക, ഇപ്പൊ കിട്ടും. Hey girls, can you share some oil please? അത് പിന്നെ ഞങ്ങൾ തിരിച്ചു തരാം. മറന്നുപോയതുകൊണ്ടല്ലേ ചോദിക്കണത്? അയ്യോ, ഞങ്ങളോടൊന്നും തോന്നരുത്. നിങ്ങൾക്ക് കൂടി പകർന്നു തന്നാ അത് നിങ്ങൾക്കും തികയാതെ വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങണതല്ലേ നല്ലത്. ചുരുക്കം പറഞ്ഞാൽ നീയൊന്നും ഞങ്ങൾക്ക് എണ്ണ തരില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പ്രശ്നവേഷക്കാരോട് ചോദിക്കണ്ടെന്ന്. നിങ്ങൾ വന്നേ. ഇവിടെ 24 മണിക്കൂർ ഓപ്പൺ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് അടുത്തുള്ളപ്പോ നമ്മൾ എന്തിനാ ഇവരോടൊക്കെ ബാക്ക് ചെയ്യുന്നേ? നമുക്ക് ഒരുമിച്ച് എന്റെ ഫെറാറിയിൽ പോകാം. വെള്ളയും വെള്ളിട്ട് ഇറങ്ങിക്കോളും. ഓരോരോ മാരണങ്ങള് കണ്ടാലോ ഭയങ്കര ഭക്തിയും ഭയം. കയ്യിലിരിപ്പാണെങ്കിലോ
ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. കുറച്ചെണ്ണം തലേ കൂടെ ഒഴിച്ചു കൊടുക്കാമായിരുന്നു. അല്ല പിന്നെ അവളുമാരകത്ത് ഒരു കഥ കടച്ചെന്നാ തോന്നണേ. ഇനി നമ്മളെ പിടിച്ചെങ്ങനെ മുങ്ങിയോ? എന്റെ ബലമായ സംശയം യജമാനൻ വന്നവനാണ്. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ഞങ്ങൾ വന്നു, കഥക്ക് തുറക്കൂ. ഞങ്ങൾ ഈ വാതുക്ക് തന്നെയുണ്ട്. ഹലോ ഹലോ. ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയത്തില്ലെന്നോ? ലോക്കലും സെൻട്രലിലും എല്ലാ കമ്മിറ്റിയിലും സ്മ്യൂളി സ്ഥിരമായി പാടുകയും ചെയ്യുന്ന എന്നെ അറിയില്ലെന്നോ? ഞങ്ങളെ നിങ്ങൾക്കും അറിയില്ല, നിങ്ങളെ ഞങ്ങൾക്കും അറിയില്ല. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ, കഥക് തുറക്ക്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആരെന്നോ എവിടെ നിന്ന് വരുന്നുവെന്നോ ഞാൻ അറിയുന്നില്ല. നീ ഇങ്ങോട്ട് മാറിയേ. ഇല്ലാത്ത നേരമുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോ തുറക്കൂലാന്നോ? ഹലോ, തുറക്കുന്നുണ്ടോ ഇല്ലയോ? ഞങ്ങക്ക് വീട്ടിൽ പോയിട്ട് 100 വട്ടം പണിയുള്ളതാ. ഹലോ, ഐ ഗോയിങ് ടു ഓപ്പൺ ദ ഡോർ? ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഞാൻ അറിയില്ല. എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നെ അറിയില്ല? സോഷ്യൽ മീഡിയയിൽ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള എന്നെ അറിയില്ലെന്നോ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. കടന്നു പോകൂ ഇവിടെ നിന്ന്. നീ എന്താടി പേടിച്ചു പോയോ? ഇതിനേക്കാൾ വലിയ അലറല് കേട്ട് പേടിച്ചിട്ടില്ല. പിന്നെ ഇത് ഇനി എന്തിനാ നമ്മളിവിടെ നിൽക്കണേ? വീട്ടിൽ പോയാൽ ഒന്ന് കിടന്നുറങ്ങുമെങ്കിലും ചെയ്യാം. നിൽക്കൂ. നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഓടി അകലുവിൻ. ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. എന്താണ് ആ ശബ്ദം? ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നു. എനിക്കത് പേടിയാവുന്നു. വരൂ, നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം, എണ്ണമറ്റിയ വിളക്കുമായി നീടുന്ന ജീവിതം, വീടഞ്ഞ മൺപാത്രമാണു ഞാൻ നാഥ, വീണ്ടും ഒരു ജനനം നൽകിയിടേണമേ നാഥ. ദൈവമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. കരുണ തോന്നണേ, അലിവു തോന്നണേ. എന്റെ ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെയും ചേർക്കണമേ. ദൈവമേ, അഹന്തയും സ്വാർത്ഥതയും അമിതമായ ദ്രവ്യാഗ്രഹവും ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റണമേ. കരുണ തോന്നണേ, അലിവു തോന്നണേ. ദൈവമേ, ധൂർത്തും ആർഭാടവും ചെടിക മോഹങ്ങളും ഞങ്ങളിൽ നിന്ന് ഇല്ലാതാക്കണമേ. അങ്ങനെ നിന്റെ രാജ്യത്തിൽ ഞങ്ങളെയും അവകാശികളാക്കണമേ. ദൈവസ്നേഹം വന്നിച്ചിടാ, വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതിവരുന്നു. ദൈവസ്നേഹം വന്നിച്ചിടാ, വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കൂ.